യാത്ര തുടരുകയാണ്. ഏറനാട് വള്ളുവനാട് മാപ്പിള കലാപഭൂമികളിലൂടെ. ഏകോദര സഹോദര സാമൂഹ്യ ജീവിതം ദൃഢപ്പെടുത്താൻ കഴിഞ്ഞകാല ദുരന്തചിത്രങ്ങളുടെ പുനർവായന അനിവാര്യമായ ഒരു കാലഘട്ടമാണിത്. ഈ യാത്രയുടെ ലക്ഷ്യവും അതുതന്നെയാണ്. മേലിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാക്കുന്ന നല്ല മനസ്സുകളെ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കലവറയില്ലാത്ത ചരിത്രം തേടിക്കൊണ്ടുള്ള യാത്ര. മലപ്പുറം ജില്ലയിലെ നന്നമ്പ്ര ഗ്രാമത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാപ്പിള ലഹളക്കാലത്ത് അരുതാത്ത ക്രൂരതകളുടെ മൂകസാക്ഷിയാണ് ഈ ഗ്രാമം. സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ഒരു കാർഷിക ഗ്രാമം കൂടിയാണിത്. 1921 നടന്ന മാപ്പിള കലാപത്തിൽ ക്രൂരമായ ഒരു കൂട്ടക്കൊലയ്ക്കും കുലീനവതിയായ പെൺകുട്ടിയെ ലഹളക്കാർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിനും ഈ ഗ്രാമം സാക്ഷ്യം വഹിച്ചു. നന്നമ്പ്രയിലെ പൂഴിക്കൽ തറവാട്ടിലാണ് മാപ്പിള ലഹളയുടെ ചരിത്രത്തിൽ ഇരുണ്ട അധ്യായം രചിച്ച ദുരിതപർവമുണ്ടായത്. ഞാനിപ്പോൾ പൂഴിക്കൽ തറവാട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. TV രാമനും സേതുമാധവനും ഗണേശനും ഇതുകൂടാതെ സാരഥിയായി ശശിയും എൻ്റെ കൂടെയുണ്ട്. ചോരമണക്കുന്ന ചരിത്രമുള്ള ഒരു പാതയാണിത്. ഞാനിപ്പോൾ പൂഴിക്കൽ തറവാടിൻ്റെ പുരാതനമായ പടിപ്പുരയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇതാണ് നന്നമ്പ്രയിലെ പ്രമുഖമായ പൂഴിക്കൽ തറവാട്. ലഹളക്കാലത്ത് ഈ തറവാട്ടിലെ കാരണവർ 65 വയസ്സുള്ള പൂഴിക്കൽ നാരായണൻ നായരായിരുന്നു. പൂഴിക്കൽ തറവാടിന് ധാരാളം ഭൂമി ഉണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ അതൊക്കെ ഒന്ന് കാണാനായി പടിഞ്ഞാറേ വഴിയിലൂടെ നടന്നു. തറവാടിൻ്റെ മൂലസ്വരൂപ നാമധേയം പൂഴിക്കൽ എന്നാണെങ്കിലും തറവാട്ടിൽ അംഗസംഖ്യ വർദ്ധിച്ചപ്പോഴാകണം 3 വീടുകൾ കൂടി ഉണ്ടായി. ചെട്ടിയാം വീട്ടിൽ, പൂഴിക്കൽ തോട്ടത്തിൽ, പൂഴിക്കൽ എളേടത്ത് എന്നീ പേരുകളിലാണ് ഈ വീടുകൾ അറിയപ്പെട്ടത്. ഇവിടെ വെറ്റില കൃഷി കാണാം. മലപ്പുറത്തിൻ്റെ പാരമ്പര്യ കൃഷിയായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് വെറ്റിലയും നെല്ലും എള്ളുമാണ്. എള്ള് കൃഷി ജില്ലയിൽ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ പറയാം. ഈ വെറ്റിലത്തോട്ടത്തിനും അപ്പുറം പൂഴിക്കൽ തറവാട്ടുകാരുടെ നെൽകൃഷി ഇടങ്ങളായിരുന്നു. ഞാൻ ആ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു പോന്നു. ജന്മിയായിരുന്നെങ്കിലും ജന്മിമാരുടെ ആഢ്യത്വമൊന്നും പ്രകടിപ്പിക്കാത്ത സുശീല സ്വഭാവക്കാരനായിരുന്നു നാരായണൻ നായർ. ഹിന്ദുക്കളും മാപ്പിളമാരും അടങ്ങുന്ന കുടിയാന്മാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള ജന്മി കുടിയാൻ പ്രശ്നവും ഈ തറവാട്ടിലുണ്ടായിട്ടില്ല. ഈ വഴി ചെന്നെത്തുന്നത് പൂഴിക്കൽ തറവാടിൻ്റെ പടിഞ്ഞാറു ഭാഗത്താണ്. നാരായണൻ നായരെ കൂടാതെ ഈ തറവാട്ടിൽ അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും താമസിച്ചിരുന്നു. വർത്തമാനകാലത്ത് അണുകുടുംബങ്ങളിൽ കാണുന്ന അഭിപ്രായ ഭിന്നതകൾ തെല്ലുപോലുമില്ലാതെയാണ് മരുമക്കത്തായ സമ്പ്രദായം പിന്തുടർന്നു വന്നിരുന്ന പുരാതന കൂട്ടുകുടുംബം ഇവിടെ ജീവിച്ചു വന്നിരുന്നത്. 1921 ആഗസ്റ്റ് 21 തക്ബീർ മുഴക്കിയെത്തിയ സായുധരായ മാപ്പിള ലഹളക്കാർ പൂഴിക്കൽ തറവാട് ആക്രമിച്ചു. അപ്രതീക്ഷിത അക്രമത്തിൽ പ്രതിരോധിക്കാനാവാതെ വീട്ടുകാരിൽ ചിലരൊക്കെ ഭയചകിതരായി പത്തായത്തിൽ വരെ കയറി ഒളിച്ചു. തറവാട്ടിലെ വിലപിടിപ്പുള്ളതൊക്കെ ലഹളക്കാർ കൊള്ളയടിച്ചു മടങ്ങി. ഇതേ ദിവസം ഗ്രാമത്തിലെ മുഴുവൻ ഹിന്ദു വീടുകളും ലഹളക്കാർ കൊള്ളയടിച്ചു. പൂഴിക്കൽ തോട്ടത്തിൽ വീടിൻ്റെ വാതിലിൽ ഘടിപ്പിച്ച ചെമ്പുപട്ട വരെ ലഹളക്കാർ പൊളിച്ചു കവർച്ച നടത്തി. ചെമ്പുപട്ട പൊളിച്ചെടുത്ത ഭാഗം ഇപ്പോഴും വാതിലിൽ കാണാൻ സാധിക്കും. കാരണവന്മാർ പറഞ്ഞുകേട്ട അനുഭവങ്ങൾ 69 വയസ്സുള്ള വേലായുധൻ കുട്ടിക്കും 64 വയസ്സുള്ള കുട്ടിശങ്കരനും ഇന്നും ഒളിമങ്ങാത്ത ചരിത്രമാണ്. എൻ്റെ വീട് ഇപ്പോൾ ഇത് എടുക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മനക്കൽ. എൻ്റെ അച്ഛൻ്റെ വീടാണ് പൂഴിക്കൽ. ഇത് പൂഴിക്കൽ തോട്ടത്തിൽ കുട്ടിശങ്കരൻ്റെ അച്ഛൻ്റെ മരുമകൻ തന്നെയാണ്. ഇവരാണ് ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത്. 21 കലാപം തന്നെ ഞങ്ങൾക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ പല ആൾക്കാരും വെട്ടിക്കൊന്നെന്നും കിണറ്റിലിട്ടെന്നൊക്കെ അന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ അമ്മേൻ്റെ ഒരു ചെറിയമ്മേൻ്റെ മോളെ ഭർത്താവിനെ വെട്ടി പരിക്ക് ഞാൻ പരിചയമുണ്ട്. കാരണം ഞാൻ മൂപ്പര് മരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കഴുത്തൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞിരുന്നു. ആ ഭാഗത്താണ് മൂപ്പരെ കടേൻ്റെയും സ്കൂളിൻ്റെയും വീടിൻ്റെയൊക്കെ താക്കോൽ കൂട്ടം വെക്കൽ. അത് അവിടെ നിന്ന് ആ കുഴിയിൽ നിന്ന് പോകില്ല. അത്രയും മാരകമായിരുന്നു ആ വെട്ടുന്നതെന്ന് മനസ്സിലാക്കാം.
പിന്നെ ഇവിടെ പല കൊള്ളയും കൊലയും പിന്നെ തട്ടിക്കൊണ്ടോല് എന്ന് പറഞ്ഞാൽ ഈ പൂഴിക്കൽ ഊലിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ട് മതം മാറ്റാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീട്ടിലത്തെയാണ്. എൻ്റെ അച്ഛൻ്റെ ഒരു അമ്മാവൻ്റെ മകളാണ്. അവിടുത്തെ പൂഴിക്കൽ തറവാട്ടിലെ കിണറ്റിൽ കുറേ 4-5 പേര് അവരുടെ വീട്ടിലെ ആൾക്കാരെ വെട്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. ആ അമ്മ, അവിടുത്തെ അമ്മ അല്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ വെട്ടിയിട്ടില്ല. ഈ മണ്ഡപത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ കിണറ്റിൽ അവിടെ ഇട്ടിരുന്ന് അവിടെ കൊണ്ടിട്ടിരുന്നു. അതുകൊണ്ട് അത് വേറെ ഉണ്ടാവും. തടത്തിലെ പറമ്പ്, അതായത് മണ്ഡപത്തിൻ്റെ ഈ ബഹിർക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഒരു പറമ്പ്. എന്താണ് തടത്തിലെ പറമ്പ് അല്ലേ? അതൊന്ന് പറയോ? ഭഗവതി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള തടത്തിലെ പറമ്പ് ക്ഷേത്രത്തിലും ആളുകൾ ആ സമയത്ത് വെട്ടിയിട്ടുണ്ട്. വെള്ളിയാമ്പുറം ഭഗവതി ക്ഷേത്രത്തിന്റെ തൊട്ട പരിസരത്ത് ഒരു തടത്തിൽ പറമ്പ് എന്നൊരു പറമ്പുണ്ട്. ആ പറമ്പിൽ ഇങ്ങനെ കുറെ ആൾക്കാർ വെട്ടിക്കൊണ്ടേ ഇട്ടിരുന്നെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പൂഴിക്കൽ തറവാടിൽ നടന്ന കൊള്ളയെ തുടർന്ന് പൂഴിക്കൽ തറവാടിന് കാവൽ ഏർപ്പെടുത്തി. മാപ്പിളമാരെ തന്നെയാണ് പടിപ്പുരയിൽ കാവൽ നിർത്തിയത്. നാരായണൻ നായർക്ക് മാപ്പിളമാരെ വലിയ വിശ്വാസമായിരുന്നു. അതേസമയം പൂഴിക്കൽ തറവാടിന് കാവലേർപ്പെടുത്തിയത് ആലി മുസ്ലിയാരാണെന്ന മറ്റൊരഭിപ്രായവുമുണ്ട്. 1921 നവംബർ 14 രാത്രി ലഹളക്കാരായ ഒരു സംഘം മാപ്പിളമാർ പൂഴിക്കൽ തറവാട് ആക്രമിച്ചു. ഈ വഴിയിലൂടെയാണ് ലഹളക്കാർ പൂഴിക്കൽ തറവാട്ടിലെത്തിയത്. പടിപ്പുരയിലെ കാവൽക്കാരായ മാപ്പിളമാർ തക്ബീർ മുഴക്കിയെത്തിയ ലഹളക്കാർക്ക് അകത്തു കടക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ചതി നാരായണൻ നായർ അറിഞ്ഞില്ല. മാപ്പിള ലഹളക്കാലത്ത് നിരവധി ഹിന്ദു സ്ത്രീകളെ ലഹളക്കാർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. 4 മാസം മുമ്പ് പൂഴിക്കൽ തറവാട് മുച്ചൂടും മുടിച്ച ലഹളക്കാർ രണ്ടാമതും വന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം തറവാട്ടിലെ ഊലിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക എന്നതായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അക്രമസമയത്ത് അവർ ഊലിക്കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കണം. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിയിരുന്ന പൊന്നോമനയായിരുന്നു ഊലിക്കുട്ടി. തറവാടിൻ്റെ ജീവനായിരുന്നു അവൾ. അട്ടഹാസവും ബഹളവും കേട്ട ഊലിക്കുട്ടി ഭയചകിതയായി മുകൾ നിലയിലേക്ക് ഓടിക്കയറി. മുറ്റം നിറയെ ലഹളക്കാരായ മാപ്പിളമാർ. നാരായണൻ നായരും മരുമക്കളും ലഹളക്കാരോട് പൊരുതിയെങ്കിലും പിടിച്ചു നിൽക്കാനായില്ല. കാവൽക്കാരെ വിശ്വസിച്ച ഈ കുടുംബത്തിന് അപ്രതീക്ഷിത അക്രമം കനത്ത ആഘാതമായി. മനുഷ്യത്വരഹിതരായ മാപ്പിള ലഹളക്കാർ നാരായണൻ നായരുടെ മൂത്ത മരുമകൻ ഉൾപ്പെടെ 5 മരുമക്കളെ പിടികൂടി കൈകൾ പിറകിലേക്ക് പിടിച്ചുകെട്ടി. ഈ അക്രമത്തെ ചെറുക്കാൻ നാരായണൻ നായർക്കും കഴിഞ്ഞില്ല. പൂഴിക്കൽ തറവാട്ടിൽ കൂട്ട നിലവിളി ഉയർന്നു. നാരായണൻ നായരുടെ ഇളയ മകൻ ഗോപാലൻ വീട്ടിൽ നിന്നും ഇറങ്ങിയോടി ഒരു വലിയ മരത്തിൻ്റെ മറവിലൊളിച്ചു. ഇതെല്ലാം നടന്നത് രാത്രിയുടെ നിശബ്ദതയിലാണ്. പിടികൂടിയവരെ കിണറ്റിൽ കഴുത്ത് വെട്ടിയിട്ടു. കിണർ ഇപ്പോഴുമുണ്ടെന്നറിഞ്ഞപ്പോൾ ആ കിണറൊന്ന് കാണണമെന്ന തോന്നലുണ്ടായി. കൂട്ടക്കുരുതി നടന്ന ആ കിണറിനടുത്തേക്ക് ഇതുവഴിയാണ് ഞാൻ നടന്നു ചെന്നത്. ഈ ക്രൂരത അരങ്ങേറുമ്പോൾ തറവാട്ടിനകത്ത് കുറേ ലഹളക്കാർ ആരെയോ തിരയുകയായിരുന്നു. തറവാട്ടിലെ അടുക്കളയോട് ചേർന്ന ഒരു പുരാതന അടുക്കള കിണറാണിത്. ആൾമറയോട് കൂടിയ ഈ കിണറ്റുവക്കിലേക്കാണ് നാരായണൻ നായരുടെ മരുമക്കളെ പിടിച്ചു കൊണ്ടുവന്ന ലഹളക്കാർ കഴുത്തു വെട്ടിയിട്ടത്. സഹായിക്കാനും രക്ഷിക്കാനുമില്ലാത്ത ഈ കുടുംബത്തിൻ്റെ അന്നത്തെ നിസ്സഹായാവസ്ഥ ഓർക്കുന്നത് തന്നെ ഹൃദയഭേദകമാണ്. തട്ടിൻമുകളിൽ ഭയചകിതയായി ഒന്ന് നിലവിളിക്കാൻ പോലും ആവാതെ വാതിൽ മറഞ്ഞ് ഒളിഞ്ഞു നിന്ന ഊലിക്കുട്ടിയെ ലഹളക്കാർ കണ്ടെത്തി. അവർ ഊലിക്കുട്ടിയെ പിടികൂടി വലിച്ചിഴച്ചു കൊണ്ടുപോയി. കൊടിഞ്ഞി പൂക്കോയത്തങ്ങളുടെ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയതെന്നാണ് ചരിത്രം. ഭീതി വിതച്ച് മാപ്പിള ലഹളക്കാർ പൂഴിക്കൽ തറവാട്ടിൽ അരുതാത്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തറവാടുമായി ബന്ധമുള്ള ചെട്ടിയാം വീട്ടിൽ ലഹളക്കാരുടെ മറ്റൊരു ക്രൂരത അരങ്ങേറുകയായിരുന്നു. ശേഖരൻ നായരും അനുജന്മാരായ കൃഷ്ണൻ നായരും കുഞ്ഞുണ്ണി നായരുമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. കൊലവിളിയുമായി രാത്രി വീട്ടിലേക്ക് കയറി വന്ന ലഹളക്കാർ ശേഖരൻ നായരെയും അനുജൻ കൃഷ്ണൻ നായരെയും വെട്ടിയിട്ടു. കുഞ്ഞുണ്ണി നായർ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. ഇതിൽ കൃഷ്ണൻ നായർ മരിച്ചു. ഇരു ചുമലിലും വെട്ടേറ്റ വലിയ അടയാളങ്ങളോടെ ശേഖരൻ നായർ പിന്നീട് ഏറെ കാലം ജീവിച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ കുഞ്ഞുണ്ണി നായരുടെ ലക്ഷ്യം പൂഴിക്കൽ തറവാടായിരുന്നു. മാപ്പിളമാർ കാവലുള്ള ആ വീട് സുരക്ഷിതമായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെയായി.
പൂഴിക്കൽ തറവാട്ടിൽ നിന്നും ഉയരുന്നു അട്ടഹാസങ്ങൾ, നിലവിളികൾ. പൂഴിക്കൽ തറവാട്ടിലും ലഹളക്കാർ എത്തിയിട്ടുണ്ട്. ഭയചകിതനായ കുഞ്ഞുണ്ണി നായർ തിരിഞ്ഞോടി 1 കിലോമീറ്ററോളം കിഴക്കു ഭാഗത്തേക്ക്. എന്നിട്ട് ഒരു ഇടവഴിയിൽ മരിച്ചതുപോലെ മലർന്നു കിടന്നു. ആ രാത്രി മുഴുവൻ അയാൾ അങ്ങനെ കിടന്നു. ഇടയ്ക്ക് ആരുടെയോ കാൽപ്പെരുമാറ്റം, ആരൊക്കെയോ നടന്നടുക്കുന്നത് പോലെ. ലഹളക്കാരായിരിക്കുമെന്ന് കുഞ്ഞുണ്ണി നായർ ഭയപ്പെട്ടു. എന്നാൽ കരയുന്ന ശബ്ദമാണ് അടുത്തു കേട്ടത്. കുഞ്ഞുണ്ണി നായർ മെല്ലെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിലാവൊളിയിൽ കണ്ടത് പൂഴിക്കൽ നാരായണൻ നായർ ഇളയ മകൻ ഗോപാലൻ്റെ കയ്യും പിടിച്ച് കരഞ്ഞുകൊണ്ട് കടന്നു പോകുന്നതാണ്. ആ ബന്ധുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കുഞ്ഞുണ്ണി നായർക്ക് കഴിഞ്ഞില്ല. എന്താണ് പൂഴിക്കൽ തറവാട്ടിൽ സംഭവിച്ചതെന്നും കുഞ്ഞുണ്ണി നായർക്ക് അറിഞ്ഞുകൂടായിരുന്നു. കുഞ്ഞുണ്ണി നായർ പിറ്റേന്ന് പുലർച്ചെ അടുത്തു കണ്ട വീടിൻ്റെ പുറകിലുള്ള വിറകുപുരയിൽ ഒളിച്ചു. നേരം വെളുത്തപ്പോൾ കണ്ടത് കൊള്ളയടിച്ച മുതലുകൾ ഭാണ്ഡങ്ങളിൽ കെട്ടിച്ചുമന്ന് കൊണ്ടുപോകുന്ന ലഹളക്കാരെയാണ്. കുഞ്ഞുണ്ണി നായർ ഇത് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി കരുതി. അദ്ദേഹം ഉടുപുണ്ട് നിലത്തുരച്ച് ചളിയാക്കി. വലിയ തോർത്തിൽ ചകിരി നിറച്ച് ഭാണ്ഡമാക്കി തലയിലേറ്റി. എന്നിട്ട് തന്ത്രത്തിൽ ലഹളക്കാരുടെ സംഘത്തിൽ ചേർന്ന് താനൂരിലെത്തി ലഹളക്കാരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടു. കുഞ്ഞുണ്ണി നായർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിവരങ്ങളാണ് എൻ്റെ ഈ വിവരണങ്ങൾക്ക് ആധാരമായിട്ടുള്ളത്. ഊലിക്കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയ അന്വേഷക സംഘത്തിന് 1921 ഡിസംബറിൽ തിരൂരങ്ങാടിയിൽ വെച്ചാണ് ഊലിക്കുട്ടിയെ കണ്ടെത്താനായത്. അപ്പോൾ അവരെ മതം മാറ്റപ്പെട്ട നിലയിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷത്തിലായിരുന്നു. ഊലിക്കുട്ടിയമ്മയുടെ പഴയ ഒരു ചിത്രമാണിത്. ഊലിക്കുട്ടിയമ്മ പിന്നീട് സ്വധർമ്മത്തിലേക്ക് മടങ്ങി. ഗൃണി നമ്പൂതിരി കോഴിക്കോട് സാമൂതിരി രാജാവിന് അയച്ച രേഖപ്രകാരം ഊലിക്കുട്ടിയമ്മ കണ്ണന്തളി ശിവക്ഷേത്രത്തിൽ 12,000 തവണ പഞ്ചാക്ഷരി ജപിച്ച ശേഷം കടലിൽ സ്നാനം ചെയ്താണ് ഹിന്ദുധർമ്മത്തിലേക്ക് തിരിച്ചു വന്നത്. പൂഴിക്കൽ തറവാട്ടിൽ ഇപ്പോൾ നാരായണൻ നായരുടെ കൊച്ചുമകൾ ശാരദാമ്മയും കുടുംബവുമാണ് താമസിക്കുന്നത്. കേട്ടുപതിഞ്ഞ ചരിത്രമൊക്കെ അവരിന്നും ഓർമ്മിച്ചെടുക്കുന്നു. മാപ്പിള ലഹളക്കാലത്ത് ഈ പൂഴിക്കൽ തറവാട്ടിലെ ചില ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയാവുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെയാണ് കൊന്നതെന്ന് പറഞ്ഞതാ കേട്ടത്. പിന്നെ ഇങ്ങനെ എല്ലാവരും ഇവിടുന്ന് പോയി, ആണുങ്ങൾ മാത്രം കൊല്ലിയ പെണ്ണുങ്ങളെ കൊന്നില്ല. അങ്ങനെയൊക്കെ അറിയുള്ളൂ. ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു, അവര് വെട്ടിയിട്ട് 2 തോളിലും വെട്ടിക്കുഴി ഉണ്ടായിരുന്നു. എന്നിട്ട് ആ കോലും കൂടെ അങ്ങനെ ഇട്ടിട്ട് കൊടിക്കൊക്കെ പോകും. കുറേ നല്ല ആരോഗ്യമുള്ള ആളാണ്, നീളമില്ലാതെ. ടീരിക്കുട്ടി നായർ. ഇപ്പോ ഇവർക്ക് ഈ ശ്രാദ്ധമൂട്ട് അങ്ങനത്തെ വല്ല അതൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും ഈ മരിച്ച ആൾക്ക് ഇവിടെ മരിച്ച ആളുകൾക്ക് ശ്രാദ്ധം കൂട്ടുന്നുണ്ടോ? അല്ല, വലിയ ഉണ്ടായിരുന്നു. അമ്മയ്ക്കുള്ളപ്പോ ഉണ്ടായിരുന്നു. ഇവിടെ ലഹളക്കാർ വന്ന് ആക്രമിച്ച വല്ല അടയാളങ്ങളുണ്ടോ? വെട്ടിപ്പൊളിച്ചതോ അങ്ങനെയൊക്കെ? വെട്ടിപ്പൊളിച്ചതൊക്കെ ഉണ്ടായിരുന്നു. നന്നാക്കിയിട്ടാണ്. സാധനങ്ങളൊന്നുമില്ലല്ലോ, കുറേ പഴയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ഇതായിരുന്നു. നിലാറയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂർത്ത് നന്നാക്കി, ഒക്കെ കുഴിയൊക്കെ വെട്ടി നന്നാക്കിയിട്ടാണ്. ഇപ്പം ഒന്നുമില്ല. ഭഗവതിയൊക്കെ ഉണ്ടായിരുന്നു, മച്ചില അതൊക്കെ പുറത്താക്കി അവരിതാക്കിയപ്പോഴേ. മട ഉണ്ടായിരുന്നു അവിടെ കൊടിയിൽ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ, മടയൊക്കെ. പിന്നെ ഇപ്പോഴെല്ലാവർക്കും ഭാഗിച്ചില്ലേ, ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഭാഗിച്ചില്ലേ, ഞങ്ങൾക്ക് മാത്രമേ. എൻ്റെ കുട്ടികൾക്കും ഉണ്ട്. ഞാൻ അനിയത്തി ഉണ്ടായിരുന്നു, ഇപ്പം അധികമായിട്ടില്ല, 10 കൊല്ലമായിട്ടുള്ളൂ പോയിട്ട്. പൂഴിക്കൽ തറവാട്ടിലെ കിണറ്റിൽ അന്ന് തലവെട്ടിയിട്ടവരുടെ ഭൗതികദേഹങ്ങൾ ഇവിടെയാണ് സംസ്കരിച്ചത്. ഹതഭാഗ്യരായ ആ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്. മാപ്പിള ലഹളയുടെ നെഞ്ചുനീറുന്ന അനുഭവങ്ങളുടെ മാപ്പുസാക്ഷിയാണ് ഈ വീട്. വീടിൻ്റെ മുകൾ നിലയിലുള്ള കിളിവാതിലിലൂടെ തെക്കോട്ട് നോക്കിയാൽ കാണാം ലഹളക്കാലത്ത് വീരമൃത്യു വരിച്ച പൂഴിക്കൽ തറവാട്ടിലെ അംഗങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ്.